Hi friends, welcome back to my YouTube channel. So guys, ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്തതായിട്ടുള്ള ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ ഇതുവരെ ഒരു ചാലഞ്ച് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് വീഡിയോ ആണ്. സോ ഗായ്സ്, ഞാൻ എന്തായി ഡയറിയും കൊണ്ടൊക്കെ വന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചാലഞ്ച് അത്ര ഫേമസ് ചാലഞ്ച് ഒന്നുമല്ല, ഫേമസ് ആയി പോയ ചാലഞ്ചാണ്. Who knows me better challenge ആണ് with my mummy and brother. So ഇതിൽ ആർക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാ എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. സോ ഇതില് ഞാൻ 20 ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും എൻ്റെ അമ്മേന്റെ കൂടിയും ഏട്ടൻ്റെ കൂടിയും വരാട്ടോ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടി വരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഒരു ചാലഞ്ച് വീഡിയോ ഇട്ടിട്ടില്ല. പഠിപ്പികളെ പോലെ നോക്കിയിരിക്കും അതിന്റെ ഉള്ളിക്ക്. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഡയറി ഒക്കെ ആയിട്ട് എന്താ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഹൂ നോസ് മീ ബെറ്റർ, അമ്മയാണോ ഏട്ടനാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇതില് 20 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഒക്കെ 1 വേർഡ് ആൻസേഴ്സ് ആണ് വരുന്നത്. സോ ഏട്ടനാണോ എന്നെ കൂടുതൽ അറിയാതോ അമ്മയ്ക്കാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിന്നറിന് യാതൊരുവിധ പ്രൈസസും ഇല്ല, കാരണം എന്റെ അങ്ങനത്തെ പ്രൈസ് എന്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. സോ ഞാൻ എന്താ ഓരോ ക്വസ്റ്റ്യൻസ് പറയാൻ പോവാണ്. ആരും ഇങ്ങോട്ട് നോക്കരുത്, എന്റെ ഡയറിയാണ് ഗൈസ്. നല്ല രസമില്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. ഞാൻ പറയാൻ പോവാണ്. അമ്മ ആൻസർ പറയുമ്പോ ഞാൻ മൈക്ക് തരാട്ടോ, ഒരു മിനിറ്റ്. ലാസ്റ്റ് ഒന്ന് പറഞ്ഞു. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഹോബി? ഞാൻ ആ ഹോബിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്. പിന്നെ എനിക്ക് ആ സാധനം വേണം വേണം എന്നൊക്കെ ഞാൻ ദിവസവും പറയാറുണ്ട്. എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 7 ദിവസം 24 മണിക്കൂറെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ അതന്നെ ചെയ്തോണ്ടിരിക്കും. മാറ്റിനെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊ ഉത്തരം തന്നെ പറയണ. എന്ത് എക്സാം എഴുതായിരിക്കേ ഉത്തരം പറയണോ? നിങ്ങൾ മാറ്റിയാലോ? എഴുതിയോ? വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. അതായത് ഞാൻ ഒരു കാര്യം ഉണ്ടാവും, എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. ഡാൻസ് അല്ല കേട്ടോ, ഡാൻസ് ഞാൻ അങ്ങനെ ഒരു ഹോബി ആയിട്ട് കണക്ക് കൂട്ടുന്നില്ല. കാരണം അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ഞാൻ എപ്പോഴും ചെയ്യാത്തോണ്ട് ഞാനൊരു ഹോബി ആയിട്ട് അതിനെ എടുക്കുന്നില്ല. ശരി, ഓക്കെ. ഇല്ല ഇല്ല, കാണാൻ നിനക്ക് ഉത്തരം പറയണ്ടേ? ആൻസർ ക്രോഷ്യ മേക്കിംഗ്, എഡിറ്റിംഗ്. പിന്നെ എനിക്ക് മടിയാണത് എഡിറ്റിംഗ് ചെയ്യാൻ. ക്രോഷ്യ. സോ അമ്മക്ക് 1 പോയിന്റ് ഇവിടെ 1 ഇടും. ശരി, ഏട്ടനോടെ 0 ഇടും. ഓക്കെ. സോ എനിക്ക് അറിയായിരുന്നു ഏട്ടന് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഏട്ടന് കുറെ ക്ലൂ തന്നെ. സോ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് കളർ? എനിക്ക് 2 ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട്. 2 എഴുതിയാലും കുഴപ്പമില്ല, ഒരെണ്ണം എഴുതിയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. ദിസ് ഈസ് മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതിയോ? എന്താ? പിങ്ക് ആൻഡ് പർപ്പിൾ. പിങ്ക്. ഓക്കെ, റൈറ്റ്. അപ്പൊ 5 പോയിന്റ്സ്. അയ്യോ, പിന്നെ അത് ഓവറാട്ടോ. ഇതെന്ത് നിങ്ങൾ എന്ത് ഡയറിക്ക് നോക്കണ്? മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മൈ അംബിഷൻ? ഇത് അതിനെക്കാട്ടി സിമ്പിൾ ആണ്. വാട്ട് ഈസ് മൈ അംബിഷൻ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞോ? പൈലറ്റ്. പൈലറ്റ്. ഓക്കെ, 5 പോയിന്റ്സ് അല്ലേ? 5 പോയിന്റ്സ്. My next question is, what is my goal while uploading dance videos and other videos? What is my goal while uploading dance videos and other videos? അതായത് ഞാൻ യൂട്യൂബില്
ഡാൻസ് വീഡിയോസ് വേറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോ എനിക്ക് അതിന് കൂടെ എനിക്ക് എന്താ ഇതാക്കാനാണ് ആഗ്രഹം. വാട്ട് ഈസ് മൈ ഗോൾ? ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ എഴുതട്ടെ. ഞാൻ മൈക്ക് വരാത്ത ഏട്ടൻ മൈക്ക് വെച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ കൂടെ അതല്ല ആൻസർ. ഗുഡ് യൂട്യൂബർ ആവുക. ഓക്കെ, സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഓക്കെ, രണ്ടും ഓക്കെയാണ്. ടു ബിക്കം എ യൂട്യൂബർ ഓക്കെ ആണ്. യൂട്യൂബർ ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വേണ്ട. പിന്നെ അല്ല. I like next question. I like Western dance or classical dance. Most ആയിട്ട് ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആണ് പഠിക്കാൻ പോണത്, എന്നാലും I like Western dance or classical dance. ഇങ്ങനെ പറഞ്ഞ ഉത്തരം വേഗം കിട്ടില്ല അച്ചു. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോണെന്നല്ലേ പറഞ്ഞുള്ളൂ. എഴുതി വെക്കട്ടെ. അയ്യോ ഡി വെസ്റ്റേൺ ഡാൻസ്. ഇപ്പൊ പറയാലോ ചേട്ടാ എങ്ങനെ വെസ്റ്റേൺ ഡാൻസ്. ഓക്കെ, വെസ്റ്റേൺ ഡാൻസ് റൈറ്റ്. വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മൂവി? എനിക്ക് കൊറേ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസ് ഉണ്ട്. എനിക്കറിയാം ഏറ്റവും ഫേവറേറ്റ് ഏതാണ്. ഞാനതൊരു 10-12 വട്ടം കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് കൊറേ മൂവീസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അതാണ് ഇഷ്ടം. ഏതാ? ഇതെന്താ കണ്ടു? പ്രേമലു. എപ്പോ മൂവി വെക്കാം അപ്പൊ അവള് പറയാ പ്രേമലു എന്നാണ്. സന്തോഷം അല്ലെങ്കിൽ ഗുരുവായൂരമ്പലങ്ങളിൽ വാഴ. ഇത് 4 അവളുടെ ഏറ്റവും, പക്ഷെ ഏറ്റവും മോസ്റ്റ് പ്രേമലു ആണ്. വാട്ട് ഈസ് മൈ മോസ്റ്റ് സോറി അത് ഞാൻ ആദ്യം പറഞ്ഞു. വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് ദാറ്റ് ഐ ബൈ ഫ്രം ഹോട്ടൽ? അതായത് ഞാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൈ ചെയ്യുന്ന ഫുഡ്. അതിന്റെ ആ ഇത് മാത്രമേ റെസിപ്പി എഴുതുന്നുണ്ടല്ലോ, അല്ല എന്താ ഐറ്റം? ഐറ്റം ഞാനൊരു കാര്യം പറയാം, കറീസ് അല്ല ആ ഒരു സംഭവം. കറി ഇതിൽ ഉൾപ്പെടില്ല, മനസ്സിലായില്ല? ഇപ്പൊ ലൈക്ക് പനീർ കറി അങ്ങനത്തെ കറി ഒന്നുമല്ല. മെയിൻ ഫുഡ് അല്ലല്ലോ ഉദ്ദേശിച്ചത്, അതിന്റെ കൂടെ കഴിക്കുന്ന ഫുഡ് അല്ലേ? ആ കൂടെ കഴിക്കുന്ന ഫുഡല്ല, മെയിൻ ഫുഡ്. ഒരു മിനിറ്റ്, ഞാന് ലൂമിയിലൊക്കെ പോയാലും പിന്നെ വേറെ എന്ത് ഹോട്ടലിൽ പോയാലും നമ്മൾ ആദ്യം പറയണത് അതാണ്. അച്ഛൻ കാര്യം പറയണത് എനിക്കിഷ്ടം. ചോറ് അങ്ങനത്തെ മെയിൻ ഫുഡാണോ? കാര്യം എന്നോട് ചോദിച്ചിട്ട് പറയും, അത്ര ഞാൻ ഉദ്ദേശിച്ചു. ഏട്ടൻ എഴുതിയോ? കാണിക്ക്. എന്താണ്? ചിക്കൻ ബിരിയാണി. യെസ്, കറക്റ്റ്. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങള് ചിക്കൻ കറി അങ്ങനെയൊക്കെ എഴുതിയ. ചിക്കൻ മാത്രം എഴുതി, കറിയൊന്നും എഴുതിയില്ല. ഞാൻ ആദ്യം ചിക്കൻ തന്നെ എഴുതി, പിന്നെ വിചാരിച്ചോളൂ ചിക്കൻ ബിരിയാണി ആണോ അത്. പിന്നെ എനിക്ക് സംശയം, ഇപ്പൊ ലാൽ മാസം എങ്ങാനും ആയിരിക്കും. അയ്യോ, അതൊന്നും കഴിക്കില്ല. Who is my best friend? Who is my best friend? പുതിയ പേര് കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഫ്രണ്ട്സ് ഒന്നുമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടുത്തെ തന്നെ രാജസ്ഥാനത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അങ്ങനെയല്ലേ ഉദ്ദേശിച്ച്. അലങ്കൃത ഓക്കെ. കുഞ്ചേട്ടൻ. വയ്യ, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ പറഞ്ഞേ. ആ സ്റ്റാറ്റസ് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റില്ല, തെറ്റാണ്. അലങ്കൃത, ആലുപറോട്ട. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അലങ്കൃതനെ വിളിക്കണ ആലുപറോട്ട വന്നിട്ടോ. അതെന്തിനാ പറഞ്ഞ? അവളെന്നെ കൊല്ലും. അവളത് കാണും, അപ്പൊ എന്നെ അവള് കൊല്ലും. സന്തോഷായിട്ടുണ്ട്. Who is my favorite YouTuber? Oh my god. അതാ മുഞ്ചി. മലയാളം ഹിന്ദിയോ? ഹിന്ദി. ഇങ്ങനെ ക്ലോസ് ചോദിക്കാൻ പാടില്ല, ഞാൻ ഇനി പറഞ്ഞു തരില്ല കേട്ടോ. ശരി, മലയാളം കാണുന്നുണ്ട്, ഹിന്ദി കാണുന്നുണ്ട്. ആരാ? എന്താ തെറ്റിക്കാത്ത? ലിയോ പഠിപ്പിയാണോ?
റിയോ ആണോ വിചാരിച്ചു? വാട്ട് ഈസ് മൈ മോസ്റ്റ് കമ്പൽസറി കണ്ടീഷൻ ഇൻ അവർ ന്യൂ ഹോം? നിങ്ങൾ എന്താ ഇങ്ങനെ ഓർത്ത് വന്നൊക്കെയാണ് നിങ്ങൾ തെറ്റിക്കാത്ത? അത് അവൻ എന്താ എഴുതുന്ന തെറ്റിക്കാൻ വഴിയില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങക്ക് അറിയില്ല പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയാം. കഴിഞ്ഞോ? എന്താ ചിത്രം വരച്ചത്? സമയമുണ്ടല്ലോ. സ്പെസിഫിക് റൂം, യൂട്യൂബ് സ്റ്റുഡിയോ. ആക്ച്വലി രണ്ടും കറക്റ്റ് ആണ്. എനിക്കിത് രണ്ടും കമ്പൽസറി ആണ്. പക്ഷെ ഇതാണ് കുറച്ചും കൂടി ആവശ്യം. മാർക്ക് കൊടുക്കുക. കാരണം എന്റെ ഈ റൂമിൽ തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. 5 എന്റെ പേപ്പർ നോക്കടാ, എന്ത് വൃത്തിയാ. ഇത് പഠിക്കാൻ കണ്ടോ? എന്താ പറയാ? അടുത്ത് പോവാൻ നിക്ക്. What is my favorite subject? അത് കുറച്ച് ടാസ്ക് ആണ്. സബ്ജക്ട് അല്ലേ? ശരിയാണോ എഴുതി? അയ്യോ ഞാൻ പറയട്ടെ? വേണ്ട, പറയണ്ട. എഴുത്. എന്തെങ്കിലും ഒന്ന് എഴുതടാ. എനിക്കത് പഠിക്കാൻ ഈസിയാ. മാത്സ്, സയൻസ്, സയൻസ് എനിക്ക് കൃഷ്ണപ്രിയ മാമിന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. അയ്യോ ഇതാ മാമാണ് വീഡിയോ. മാം ഇത് കണ്ടെങ്കിൽ സയൻസ് ആണോ? ഇംഗ്ലീഷ് ഇഷ്ടമല്ലാന്ന് പറഞ്ഞു. പിന്നെ മാത്സ് ഒക്കെ എനിക്ക് സയൻസ് ഏറ്റവും ഈസി പഠിക്കാൻ ഇഷ്ടമുള്ള 2 സബ്ജക്റ്റ്: സോഷ്യൽ സയൻസ്, ഹിന്ദി, മാത്സ്. 3 സബ്ജക്ട്. സയൻസ് എനിക്ക് തീരെ ഇഷ്ടമല്ല. മാത്സിന് മാർക്ക് ഉണ്ട്. ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ ഇംഗ്ലീഷ് എഴുതാൻ വന്നത് ആദ്യം. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് ആർക്കും നല്ല ഇഷ്ടമായിരുന്നു. ആലോചിച്ചതാണ് ഹിന്ദി എഴുതണോ സോഷ്യൽ എഴുതണോ. ഞാൻ ഇംഗ്ലീഷ് എഴുതാനാ വന്നത്. ഇപ്രാവശ്യം ഇംഗ്ലീഷ് വലിയ ഇഷ്ടം പറയണത് കേട്ടില്ല. പിന്നെ മാത്സ് എഴുതാൻ. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് അനിമൽ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 ഉണ്ടല്ലോ. ഏതൊക്കെ എഴുതും? ഒന്ന് എഴുതിയാൽ മതി. എനിക്ക് 2 ഒന്നും ഇല്ല. എനിക്ക് ഒന്നേ ഉള്ളൂ. 2 ഒന്നേ ഉള്ളൂ. 2 എഴുതാൻ പറ്റില്ല. കട്ട്. ഓക്കെ, ഞാൻ പറയണ എഴുതിയോ? പറ്റിയോ? ഡോഗ്. അതെന്താ കാറ്റ് എഴുതിയാ? ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സീസൺ? എന്താണ്? വാട്ട് ഈസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സീസൺ? സമ്മർ, റെയിനി, വിന്റർ, അങ്ങനെയാണ്. പറഞ്ഞിട്ടില്ല ചേട്ടാ. നീ എഴുതിയോ? പറയാം. ഏട്ടാ ഒന്നുകൂടി ആലോചിക്ക്. അയ്യട്ടി ഞാൻ വേണമെങ്കിൽ ഒരു മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്ക് അതില് അതങ്ങനെ അതിന്റെ സീസൺ ആവുമ്പോഴേക്ക് അതില് പോയി കളിക്കാൻ നല്ല ഇഷ്ടാ. പക്ഷെ സമ്മതിക്കാറില്ല. അത്രേ ഉള്ളൂ. സീസൺ ആവുമ്പോ കളിക്കാൻ ഇഷ്ടം. ഏട്ടാ എനിക്കിപ്പം ആ സീസൺ വന്നു വിചാരിച്ചു. ഞാന് പുറത്ത് പോയി കളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സമ്മതിക്കാറില്ല. ഞാൻ ക്ലൂ പറയില്ല. എന്തത് കളി? ഞാൻ ഇത്ര വലിയ ക്ലൂ ഒന്നും തരാൻ പറഞ്ഞില്ലേ. ചെറിയൊരു ക്ലൂ തരാം. ചെറിയ ഏതാ? സീസണിലാണ് നമ്മളെ പുറത്തു വിടാത്തത്. വാട്ട് ഈസ് സംതിങ് ഐ ആം റിയലി ഗുഡ് അറ്റ്? വാട്ട് ഈസ് സംതിങ് ഐ ആം റിയലി ഗുഡ് അറ്റ്? ഞാൻ ഏതാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവില്ല, അതെനിക്ക് ഞാൻ അതിൽ നല്ലതാണ്
എനിക്ക് തോന്നണ ഞാൻ എത്ര എഴുതിയിട്ടുണ്ട്. മാറ്റം എഴുതുകയാണെങ്കിലും അതെനിക്ക് കറക്റ്റ് ആയി തോന്നിയാൽ ഞാൻ മാർക്ക് തരും. ഡ്രോയിങ്, ഡാൻസിങ്. എന്താ ഡ്രോയിങ്ങോ? ഞാനത് ഇടയ്ക്ക് വരയ്ക്കാൻ കഴിവില്ലേ? വരയ്ക്കാൻ കഴിവുണ്ട്. പക്ഷെ എന്നാലും what is only thing I always talk about? ഓൾവേസ് ടോക്ക് അബൌട്ട്. നിങ്ങളൊരു ആ ഉത്തരം മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വീട്ടില് അതിനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്. എഴുതിയോ? മേക്കപ്പ്. റോഷ്യൻ. മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാറില്ലേ വീട്ടില്? മുന്നേ എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലെന്ന് പറഞ്ഞാലെങ്കിൽ ആലോചിച്ചു വിടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ മേക്കപ്പ് എനിക്ക് എപ്പോഴും ചെയ്യാറുണ്ടോ? 24 മണിക്കൂർ ഈ ക്രോഷ്യ വേണം, നൂല് വേണം, സൂചി വേണം എന്നല്ലേ പറയാറ് ഇപ്പൊ കുറേ ദിവസമായിട്ട്. നെക്സ്റ്റ് ശുചിതായോ? നെക്സ്റ്റ് റോഷിതായോ? മേക്കപ്പ് തായോ? ചിക്കൻ ഫ്രൈ വേഗം ആവണമെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ സ്പീഡ് കൂട്ടിയാൽ ഇനി ആകെ 1 2 3 4 5. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്? ഏട്ടനെ നന്നായിട്ട് അറിയാന്ന് വിശ്വസിക്കുന്നു. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്? ഇപ്പൊ ഐസ്ക്രീം ആയാലും എനിക്ക് ആ ഒരു ഫ്രൂട്ടിന്റെ ഫ്ലേവർ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. ഞാനത് എഴുതാൻ വരികയായിരുന്നു. പിന്നെ വേറൊരെണ്ണാണോ എന്ന് സംശയം. സ്ട്രോബെറി. മറ്റന്നാൾ നമ്മൾ വാങ്ങിയില്ല, എന്തായിരുന്നത്? അല്ല, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ എപ്പൊക്കെ പാർക്കിൽ എവിടെയൊക്കെ പോയിട്ട് അപ്പൊക്കെ ഞങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്നു. അപ്പോഴാണ് എനിക്കും കത്തിയത്. ഞാൻ അതൊരു ആലോചിക്കും. Next question. I like shorts or jeans to wear more. അത് കുറച്ച് ടാസ്ക് ആണ്, പക്ഷെ എനിക്കിഷ്ടം അതാണ് ഗൈസ്. ഷോർട്സ്. നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ അതെ, ഇതിപ്പോ എന്താ നിങ്ങൾ ഞാൻ ഒരു 0 പോലും ഇല്ല. ഞാൻ എങ്ങനെ ഡിസൈഡ് ചെയ്യാ? വാട്ട് ഈസ് മൈ മോസ്റ്റ് ബാഡ് ഹാബിറ്റ്? എനിക്ക് തോന്നുന്ന ബാഡ് ഹാബിറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അത് എഴുതിയിട്ട് ഞാൻ അതിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ മാർക്ക് തരും. ബാഡ് ഹാബിറ്റ്. ആ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈ. പലതും എഴുതുവേ. അയ്യോ, ഡോണ്ട് ബാഡ് ഹാബിറ്റ്. അപ്പൊ എന്റെ ബാഡ് ഹാബിറ്റ് ഇപ്പൊ എനിക്ക് ക്ലൂ കൊടുക്കണ്ട. അത് ക്ലൂ കൊടുത്ത അപ്പം ഈ കത്ത് എന്താണ്? അമ്മ എനിക്കുണ്ടല്ലോ. അമ്മ എഴുത്. എനിക്ക് ഏറ്റവും എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ മാർക്ക് തരുള്ളൂ കേട്ടോ. പറയണ്ടേ? മാർക്ക് പോവാൻ ചാൻസ് ഉണ്ട്. എന്താ? അൺവാണ്ടഡ് ആംഗ്രി. കറക്റ്റ്. പിന്നെ വെറുതെ ദേഷ്യം വരാറുണ്ട് അവൾക്ക്. ക്ലാസ് വന്നാ വീട്ടിൽ നിന്ന് പഠിക്കില്ല. ഞാൻ പഠിക്കാൻ ഇവിടെ പറയാതെ ട്യൂഷൻ ക്ലാസ്സിൽ വന്ന് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് അമ്മ വരണത്. ഞാൻ പഠിച്ചിട്ട് വരും. ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഹോംവർക്കോ സ്വാഭാവികം. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബിഗ് ബോസിൽ അനുമോള് പറയണ പോലെ ഞാൻ ഒട്ടും ആംഗ്രി ഗൈസ് അവൾക്കുണ്ട് അവനുണ്ട്. രണ്ടുപേരും ആ കാര്യത്തില് ഈക്വൽ ആണ്. പാട്ടത്തിനും അവളുടെ ഒരു സ്പെഷ്യൽ ഇതായിട്ടൊന്നും അതിനെ പറയാൻ. ഞാൻ അങ്ങനെ അതിനെ പറയും. 0 സമാധാനം. അവൻ എത്ര സീറോ ഉണ്ട്? അവന്റെ ഇടയിൽ കുറെ സീറോ ഉണ്ട്. എനിക്ക് 1 2 3 4 5. വാട്ട് ഈസ് മൈ ഗുഡ് ഹാബിറ്റ്? നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. ഗുഡ് ഹാബിറ്റ് പറഞ്ഞിട്ട് കേട്ടോ. ഓർമ്മ ശരിയില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. പഴയ പോലെ തന്നെ നിങ്ങളൊരു എത്ര എഴുതാ ഞാനൊരു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാർക്ക് തരും. കാരണം ഇത് നിങ്ങള് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്റെ നല്ലൊരു ശീലം അതന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലാകാത്ത നല്ലൊരു ശീലം ഉണ്ടോ? നല്ല ശീലം ഉണ്ടോ? രണ്ടിനിപ്പോ ഗെറ്റ് ഔട്ട് അടിക്കും ഞാൻ.
എടി നിന്റെ നല്ല ശീലം ഉണ്ടോ? എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാവണില്ല. സാരില്ല എഴുതി. മുന്നേ എഴുതിയ ഉത്തരങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉത്തരം. അയ്യോ ഡി ഇപ്പൊ പറഞ്ഞിരുന്നു നോക്കി. അല്ല അങ്ങനെ ഒരു ക്ലൂവാ. പറ്റില്ല, ക്ലൂ ഇല്ല. അല്ല അല്ലേ? അല്ല, ഞാൻ എന്റെ പഠിത്തത്തിനെ ബന്ധപ്പെട്ടിട്ടാണ്. ആ അപ്പൊ ഈ കത്തി സാറിന് എടുക്കാൻ പാടില്ല ചേട്ടാ. പഠിത്തത്തിനെ ബന്ധപ്പെട്ടു. ആ മനസ്സിലായില്ല? ഇനി പറഞ്ഞ മനസ്സിലായി. നല്ല ശീലം. ഞാൻ 20 എണ്ണം അതിന്റെ ഉള്ളിൽ എഴുതണം കേട്ടോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. ചെയ്യണ കാര്യമാണോ? ആ ആ പഠിക്കണ കാര്യമാണോ ചെയ്യണ കാര്യമാണോ? പഠിത്തത്തിന് ബന്ധപ്പെട്ടിട്ടാണ്, അത്ര പേര് പറയാൻ പറ്റുള്ളൂ. ടിക് ടിക് 6, ടിക് ടിക് 7, ടിക് ടിക് 8. ഏട്ടാ എന്നിട്ട് എക്സാം എഴുത്. ടിക് ടിക് 9, ടിക് ടിക് 10. കഴിഞ്ഞോ? റൈറ്റിംഗ് ഓർ ഡ്രോയിങ്? നിക്കിപ്പോ പറയല്ലേ. എഴുതിയില്ലോ. റൈറ്റിംഗ് ഓർ ഡ്രോയിങ്? She cleans her study table very well. രണ്ടും തെറ്റാണ്. എനിക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ അതെനിക്ക് മനസ്സിലാവണ വരെ ചോദിക്കും. അതെങ്ങനെ ഒരു ഹാബിറ്റ് ആവുക? നല്ലൊരു കാര്യം, നല്ലൊരു ശീലല്ലേ ഇത്? അതൊരു ഹാബിറ്റ് ആവില്ലേ? ഐ വിൽ കീപ് ആസ്കിങ് until I full understand. അതിപ്പോ ആരായാലും ചോദിക്കില്ലേ മനസ്സിലാവുന്നവരെ? അതെങ്ങനെ നിന്റെ മാത്രം ഒരു ഹാബിറ്റ് ആവുക? എന്നാ ശരി, ഞാൻ നിങ്ങൾക്കില് മാർക്ക് തരാം. ഏട്ടന് മാർക്ക്. പകുതിയായാലും മതി, 2.5 മതി. ഏട്ടന് മാർക്ക്. ഏട്ടന് മാർക്ക്. എന്ത്? ഞാൻ എപ്പോഴും എന്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാറുണ്ട്. നീ നന്നായിട്ട് ഡ്രോ ചെയ്യും, നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ല, റൈറ്റിംഗ് നന്നായിട്ട്. പിന്നെ 5 മാർക്ക്. അത് ശരിയല്ലേ? നല്ല ഞാനിപ്പോ ശരി ഹാബിറ്റ് അല്ലേ? നന്നായി വരയ്ക്കുന്നത്, നന്നായി എഴുതുന്നത് നല്ല ഹാബിറ്റ്. ഞാൻ എന്താ ഉദ്ദേശിച്ചില്ല, ഞാൻ ചാറ്റ്ജിപിടിയോട് ഇപ്പൊ ചോദിച്ചു. ഗൈസ് ഇതൊക്കെ അവിടെ ചാറ്റ് ജിപിടിന്ന് പ്രിന്റ് ചെയ്ത് വെച്ചൊക്കെ ഉള്ളു. അല്ല, ഞാൻ ഉത്തരം ഞാൻ എഴുതിയതാട്ടോ. ക്വസ്റ്റ്യൻ എഴുതാം. അത് ലാസ്റ്റ് ക്വസ്റ്റ്യനോ? ആ 20ാമത്തെ ലാസ്റ്റ്. സോ അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി ഇതിന്റെ? വാട്ട് നിക് നെയിം ഐ ഹാവ് ഇൻ മൈ ക്ലാസ്? ഉത്തരം ഉറക്കെ വിളിച്ച് പറയരുത്. ശരിയാണെങ്കിൽ ഞാൻ മാർക്ക് തരും. ഉത്തരം ഉറക്കെ വിളിച്ച് പറയരുത്. വാട്ട് ഈസ് മൈ നിക് നെയിം ഇൻ മൈ ക്ലാസ്? ശിന്തമ്മ, അയ്യോ നിങ്ങൾ വേറെന്താണ് എഴുതണേ? നിങ്ങളോട് പറയാം, എന്റെ ഹൈറ്റിനെ ബന്ധപ്പെട്ടിട്ടാണ്. എന്നെ അങ്ങനെ ഒരു കുട്ടി മാത്രം വിളിക്കാമല്ലോ, നിരന്തരാണ്. അതേ വഴി ഞാൻ പറയട്ടെ, ജിറാഫ്. ഇട്ടിട്ട് ഞാൻ അവൻ ടീസി ഇട്ട് പോയി. ബുർജ് ഖലീഫ എന്നെ അങ്ങനെ വിളിക്കാറില്ല. ഞാനപ്പോ ഞാനും അവനും വേറെ വേറെ ക്ലാസ് ആണ്. ഒറ്റ 0. മാർക്ക് കിട്ടി. നമുക്ക് ഇത്തിരി കൂടി ക്വസ്റ്റ്യൻ അയച്ചാലോ? ഒരു 30 പേരെ അതെങ്ങനെ? ഇനി അത് അടുത്ത ചലഞ്ച്. നെക്സ്റ്റ് 25. എന്റെ പറയൂ. ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. എന്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി. ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ടോ? മൈക്കെടുത്ത് അറിയും ഞാൻ എഴുതങ്ങട്. ബെസ്റ്റ് ക്വാളിറ്റി അത് നീ കണ്ടുപിടിച്ചോ. എന്തായാലും കുഴപ്പമില്ല. എഴുതിയത് പറയട്ടെ. നമുക്ക് അല്ല ഗുഡ് ഹാൻഡ് റൈറ്റിംഗ്, നോട്ട്ബുക്ക് പ്രസന്റേഷൻ, നീറ്റായിട്ട് നോട്ട്ബുക്ക്. ക്രോഷ്യ മേക്കിംഗ്. അതിപ്പോ തുടങ്ങിയത്. അത് അത്ര വലിയ ക്വാളിറ്റി ആണ്. ക്വാളിറ്റി ആണല്ലോ. എഴുതിയോണ്ട് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ മുന്നേ എഴുതിയോണ്ട് ഒന്ന് മാറ്റി വെച്ചാണ്. ഞാൻ പറയട്ടെ,
രണ്ടിനും ഞാൻ മാർക്ക് കൊടുക്കും. ഓ അത് കേട്ടപ്പോഴേക്കും എന്റെ അമ്മ 5 മാർക്ക് ഇടാൻ പറഞ്ഞു. നല്ല രസം. 5. എന്തതൊരു 0 പോലും ഇല്ലല്ലോ. ഉണ്ട് ഒരു 0 ഉണ്ട്. Next question. എന്താ അച്ചടിച്ച് വെച്ചൊക്കെ ഉണ്ടെല്ലാം ബ്രെയിനിൽ അച്ചടിച്ച് വെച്ചിട്ട് ഉണ്ടെല്ലാം. എങ്ങനെ വേണം അല്ലേ അച്ചു? എന്നെ എന്റെ അച്ഛൻ വിളിക്കുന്ന നിക്നെയിം. അയ്യോ നിന്നെ മാറ്റാൻ പറ്റില്ല. ഇത് ഒക്കെ പറയരുത് പ്ലീസ്. നടക്കേടാണ് കൂട്ടുകാരെ. ലക്ഷ്മി ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ട് പോലെ ഞാൻ പറഞ്ഞിട്ടില്ല. ചേച്ചി കാണുകയാണെങ്കിൽ എന്നെ കൊല്ലും. അല്ല അത് 2 തരത്തിൽ വിളിക്കാറുണ്ട് അച്ഛൻ. ഇപ്പൊ ഏത് എഴുതണ്ടായിട്ട്? അതേത് എഴുതിയാലും കുഴപ്പമില്ല. എഴുതിയോ? അയ്യോ വേണ്ട വേണ്ട ഏട്ടാ ഞാനമ്മ അവർക്ക് അറിയണ്ട. ഞാൻ മ്യൂട്ട് ചെയ്യട്ടാ. പാത്തല്ല പോത്ത്. ബഫല്ലോ പോത്ത് ഗൈസ് പോത്ത് വിളിക്കാൻ അറിയില്ല. അത് അവള് തന്നെ ഇഷ്ടപ്പെട്ട് ചോദിച്ചു വാങ്ങിയ പേരാണ്. അച്ഛൻ എപ്പോഴും അച്ഛൻ വിളിക്കും. അപ്പൊ അച്ഛൻ പറയും അച്ഛ എന്റെ പേര് അച്ചു അല്ല പോത്ത്. അങ്ങനെയല്ല പറയാ. പാത്തൂന്നുണ്ട്. അത് വേറെ കാര്യം. പറേ ബാക്കി പറേ. അടുത്ത ക്വസ്റ്റ്യൻ പറ. And the next question is how many subscribers I have in my YouTube channel? അതെനിക്കറിയില്ല. You want to check? You have to check. 100 പോവല്ലേ? 100 അപ്പൊ 100 ആയിട്ട് പോലും ഇല്ല. അല്ലേ? അയ്യോ 100 പോകുന്നില്ല. 100ന്റെ അടുത്താണ്. അത്ര പറയാം. പറയട്ടെ. 67. 60 above. 80 subscribers. 80 ആയോ? ആദ്യം ഞാൻ 80 എഴുതിയതാ. വിട്ടു എത്തി 60 പോലെ 67. എന്തോ ഒരു 7ന്റെ കണക്ക് നീ പറഞ്ഞോ? 70 നമ്പർ കുറച്ച് ദിവസമായിട്ട് 80 ആയിരുന്നു. ആറ്റിന് മാർക്കൊരു കനാട് 60 ആപോന്ന് എഴുതി. ആ എത്രയാണ് കൃത്യമായിട്ട് എഴുതണം. പിന്നെ അല്ല അങ്ങനെ എനിക്ക് എഴുതിക്കൂടായിരുന്നില്ലേ? അങ്ങനെ എനിക്ക് പറയായിരുന്നു. സമ്മതിക്കാൻ പറ്റില്ല. ആ ശരി. ആറ്റിന് 0. കഷ്ടം. ആറ്റിന്റെ അമ്മ എന്താ അറിയില്ല. എന്റെ അമ്മ എങ്ങനെ പോയി. മൈ മോസ്റ്റ് റീൽ ആൻഡ് വ്യൂസ്. എന്റെ ഏറ്റവും പോപ്പുലർ ആയ റീലും ആ റീലിന്റെ സോങ്ങിന്റെ പേരും പിന്നെ അതിന്റെ വ്യൂസും. ഏറ്റവും പോപ്പുലർ ആയ റീലും പിന്നെ അതിന്റെ വ്യൂസും. എത്രയാണ് വ്യൂസ് കിട്ടിയത്? അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നോക്കിയിട്ടതിന്റെ റീൽസ്. അതിന്റെ അച്ഛനല്ലോ നിങ്ങൾ നോക്കണം. ആസ് എ ബ്രദർ ആൻഡ് ആസ് എ മദർ നിങ്ങൾ നോക്കിയിരിക്കണം. നോട്ട് മൈ മിസ്റ്റേക്ക്. ഇത് ഞങ്ങൾ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം. ആസ് എ സ്റ്റുഡന്റ് യു വാണ്ട് ടു ലേൺ. ലേറ്റസ്റ്റ് വീഡിയോ. ഒറ്റ പാട്ട് വായന വരുന്നില്ല തേങ്ങ. ഞാൻ എഴുതി. പക്ഷേ അച്ഛന് കാണിച്ചാൽ എനിക്ക് ഇത്തിരി മടിയുണ്ട്. തെറ്റാവാനുള്ള ചില ഇത്തിരി അച്ഛന് കാണിച്ചല്ലേ ഞാൻ മാത്സ് പറയുന്നത്. അങ്ങനെ നമ്മളിൽ എന്തെങ്കിലും എഴുതണം. വ്യൂസ് ആയാലും മതി. കുറച്ച് പാട്ടിന്റെ പേര് വ്യൂസ് ആയാലും ഇടിക്കുന്നേ. അമ്മ ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പൊ ഞാൻ 2 മാർക്കെങ്കിലും എന്തെങ്കിലും അമ്മയ്ക്ക് അറിയാം. വ്യൂസ് ഞാൻ ഇന്നലെ ഒന്ന് രാവിലെ പറ്റി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് എന്താ കുഴപ്പമ്മ? മറവി അൽസ്മേഴ്സ് ചലയ്യ സോങ് 167 വ്യൂസ്. രണ്ടും തെറ്റാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് വീഡിയോ. ലേറ്റസ്റ്റ് വീഡിയോ അടിക്കും ഞാൻ. പേരും വ്യൂസ് എഴുതാനല്ലേ പറഞ്ഞേ? പിന്നെ എനിക്കറിയാം നിന്റെ പേരും. അതിനത്ര വ്യൂസ് ഒന്നുമില്ല.
ഊത്തയാടി പാതയിലെ 1.9K വ്യൂസ്. ഞാൻ കുറച്ച് നേരത്തെ കൂടി അമ്മയോട് പറഞ്ഞല്ലേ എന്ത് പാതയില് ഊത്തയാടി പാതയിലെ. അതൊന്നും ഞാൻ കണ്ടിട്ട് കണ്ടിട്ട് ഒന്ന് പോയിക്കാ. സാധനം എന്തോ ഒരു പാട്ടൊക്കെ And the last and final question is സിനിമയുടെ എണ്ണം കൂടുതൽ എനിക്ക് ഇഷ്ടാവില്ല കേട്ടോ. ഇഷ്ടാവണ്ടേ ലാസ്റ്റ് വൺ എന്തെങ്കിലും കായോ അതല്ലേ പറ്റൂ. my favorite teacher in my previous class. പ്രീവിയസ് ക്ലാസ് Fifth. ഫിഫ്തിൽ ഇപ്പൊ ഏത് ടീച്ചർ? രണ്ട് ടീച്ചേഴ്സിന് പക്ഷെ മോസ്റ്റ് ഫേവറേറ്റ്. ആ പറയില്ലേ എന്താ എത്ര വട്ടം പറഞ്ഞിട്ട് ടീച്ചറിന്റെ പേര് ഇപ്പോഴുള്ള ടീച്ചറാണ് ഹായ് കാണിക്കും. ഏട്ടാ അത് സിമ്പിളാണ്. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ കൊതിയാവും. അയ്യോ തെറിച്ചുപോയി. നിക്ക അവിടെ എന്തോ ധൃതി. ഏട്ടാ എഴുതി എന്താ ഇങ്ങോട്ട് പോകുന്നത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ചിക്കൻ പറഞ്ഞു എന്തെങ്കിലും അതായത് എന്റെ ക്ലാസ് ടീച്ചർ അല്ല എന്റെ ക്ലാസ്സിലെ ഫുൾ ടീച്ചേഴ്സിന്റെ ഏതെങ്കിലും ഒന്ന് എഴുതി. ക്ഷിപ്ര മാഡത്തിന് എഴുതരുത് കേട്ടോ. കണ്ണെടുത്താ കണ്ടൂല. ബാക്കി എത്ര ടീച്ചേഴ്സ് ഉണ്ട് എനിക്ക്? ആതിര മാം ക്ലാസ് ടീച്ചറിനല്ലേ ആതിര മാം. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ ഇട്ടു 5 5 10 15 20 25 5 10 15 20 25 30 35 40 50 60 65 70 75 80 85 90 95 100 105 110. 75. അവിടെ നിൽക്ക്. ഞാനുണ്ട്. 75. എങ്ങനെ എണ്ണിയാലും ഞാൻ തന്നെ ഫസ്റ്റ്. 5 10 15 20 25 30 35 40 45 50 55 60 65 70 75. ഞാനാണ് ഫസ്റ്റ് ഗൈസ്. ഞാൻ അർഹിക്കുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് എനിക്ക് വേണം ഗൈസ്. Can do better. അപ്പൊ ചാലഞ്ച് എന്തായിരുന്നു? Who knows me better. അമ്മക്ക് കൂടുതൽ അറിയാന്ന് വെച്ചാൽ എനിക്കിവിടെ അറിയാമെന്ന് അറിയില്ലാന്ന് വിചാരിക്കണ്ട. അമ്മ ഏത് സമയം ഇവളുടെ അടുത്ത് ഓരോ കാര്യം കുണ്ടം പറഞ്ഞ് ചോദിക്കുന്നോണ്ടാണ് നമ്മുടെ ഇത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ ചാലഞ്ച്. ഇതെന്റെ നമ്മുടെ പേന, നമ്മുടെ പേന. ഇനി നെക്സ്റ്റ് വീഡിയോ. Bye. Bye പറയ്. ബൈ. ഇതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെൽഫി സ്റ്റിക്കിന്റെ കൂടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ പറ്റും. സോ അത് ആവുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇറങ്ങിപ്പോയി ചെയ്യാണ്. ഇതൊന്നും ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്യണ്ട. ഏട്ടൻ എന്താ പറയാ തോറ്റേന്റെ ഒരു ഇതിലിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പക്ഷെ പിന്നെ ശരിയായിരുന്നു. ബൈ.